ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരക ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമോ. നമസ്കാരം. ഹൈടാക് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് യാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് ശ്രീ മാങ്കാവ് വേട്ടയ്ക്ക് ഒരു മകൻ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ്. വിഷുഫലം 2019-20. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ആണ്. വിഷുഫലം നമ്മൾ പറയാൻ പോകുന്നത് തൃക്കേട്ട അറിയാമല്ലോ. ആയില്യം, തൃക്കേട്ട, രേവതി. ഇതിൻ്റെ അനുജന്മ നക്ഷത്രാധിപതി ബുധൻ. ബുധനാണ് ഈ നക്ഷത്രാധിപതി. വിഷു 1-ാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും അശ്വതി നക്ഷത്രത്തിലേക്ക് ഒരു യാത്ര നടത്തുന്ന സൂര്യൻ്റെ നക്ഷത്രസ്ഫുടവും അതുപോലെ തന്നെ അശ്വതിൽ വന്നതുകൊണ്ട് കേതുവിൻ്റെ സ്ഫുടം കൂട്ടുമ്പോൾ യോഗസ്ഫുടം, നക്ഷത്ര യോഗസ്ഫുടം, അതിനെ വിഷുഫലമായി കണക്കാക്കിയിട്ടാണ് സ്ഫുടഗണിതം ഉണ്ടാക്കിയത്. തൃക്കേട്ട നക്ഷത്രമാണ് ഇന്നത്തെ വിഷുഫലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൃക്കേട്ട. ഇപ്പോൾ നമുക്ക് ഇതിന് രാശിപ്രമാണം ചിന്തിച്ചതിൽ മകരമാണ് ഈ നക്ഷത്രക്കാർക്ക് പ്രശ്നം. ഈ വിഷുഫലത്തിൽ ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് രാശി മുഖാന ചിന്തിച്ചതാണ് മകരം. ഇപ്പം തൃക്കേട്ട കിട്ടിയത് മകരൻ രാശിയാണ്. ഈ ആരൂഢപ്രകാരം ഗ്രഹങ്ങളിൽ ശുഭാശുഭങ്ങൾ, ഒരു വ്യക്തിയുടെ കയ്യിലിരിപ്പ് വായിലിരിപ്പ് പോസിറ്റീവ് നെഗറ്റീവും, അവൻ്റെ പരമ്പരൻ്റെ കയ്യിലിരിപ്പും വായിലിരിപ്പും പോസിറ്റീവ് നെഗറ്റീവും അതിൻ്റെ അനന്തഫലമായി അവൻ ബ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൈബിൾസ് അനുസരിച്ചിട്ട് ഉണ്ടാകുന്ന സ്വഭാവമാണ് സമയഗുണം, സമയദോഷം. ഇതിൻ്റെ സയൻറ്റിഫിക് ഫ്ലോ അങ്ങനെയത്. ഇത് രണ്ടും ഞാൻ പറയും. എന്തിനാ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ തെറ്റുകൾ നിങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ജീൻ ക്രോമോസോം എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പാരമ്പര്യമാണ് നിങ്ങൾ ഉണർത്തിക്കൊണ്ടേയിരിക്കും. എൻ്റെ ജീവൻ എല്ലാ കാലം വരെയും. മകരണ്ടാണ് വന്നത് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആരൂഢം. 2-ൽ ശുക്രൻ. ധനസ്ഥാനത്തിലാണ് ശുക്രൻ്റെ സ്ഥിതി. ആ ശുക്രൻ 5-ാം ഭാവാധിപതിയും കർമാധിപതിയും നന്നായിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക മെച്ചം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. കുറച്ച് പ്രയാസങ്ങൾ ഒക്കെ തീരും. അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ച കടനുകൾ, ചില്ലറ കടനുകൾ ഒക്കെ നിങ്ങൾ അടയ്ക്കും. കുംഭം ഒരു സ്ഥിരരാശി ആയതുകൊണ്ട് കുറേ കാലപഴക്കമുള്ള കടബാധ്യതകളും അടയാനും സാധ്യതകൾ ഉണ്ട്. സാമ്പത്തിക വിഷയത്തിൽ പ്രയാസങ്ങൾ തീരുമെന്നാണ് കാണിക്കുന്നത്. 3-ാം ഭാവത്തിലാണ് ബുധൻ. ആ ബുധൻ 6-ാം ഭാവാധിപതിയും ഭാഗ്യാധിപതിയും കൂടിയിട്ടാണ്. 6-ാം ഭാവം അറിയാമല്ലോ, ഡിസീസ്. 9 ഭാഗ്യം, ദയ, പുണ്യം, ഉപാസന. ആ ഭാവം നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. ബുധൻ മീനത്തിലാണ് നിൽക്കുന്നത്. ആ ബുധൻ മീനത്തിൽ വന്നാൽ അസുഖങ്ങൾ അറിയാമല്ലോ. ബുധൻ, ശനി, വ്യാഴൻ ഇവർ ന്യൂറോളജിക്കലി ഡിസോർഡർ ഉണ്ടാക്കുന്നവരാണ്. മീൻസ് വാദത്തിൻ്റെ ആൾക്കാരാണ്.
അപ്പോൾ അവിടെ ബുധൻ നീചത്തിലായതുകൊണ്ട് വാതരോഗങ്ങൾ ബാധിക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെ കയ്യുംകാൽ വേദന, മുട്ടുംകാൽ വേദന, ജോയിൻറ്റ് പെയിൻ, നീരിറങ്ങുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റുമാറ്റിക് ആർത്തറ്റിക്സ് ടെസ്റ്റ് എടുക്കാം. എടുത്തിട്ട് ഒരു ന്യൂറോളജി ഡോക്ടറെ കാണിക്കണം. ഇല്ലെങ്കിൽ വസലായിപ്പോകും രോഗം. 4-ാം ഭാവം സൂര്യൻ. സ്വത്ത്, സ്ഥാനമാനം, ഗ്രഹം, വീട്, സ്വന്തം അമ്മ, ഗർഭപാത്രം, ഹോം അപ്ലയൻസ്, വീട്ടിൽ ഉപയോഗം ചെയ്യുന്ന പാത്രങ്ങൾ, ഇതെല്ലാം 4-ാം ഭാവം കൊണ്ടാണ് കോൺസെപ്റ്റ്. ആ ഭാവത്തിൽ സൂര്യൻ. അപ്പോൾ ഭൂമി മാറ്റം വരാം, സ്ഥലമാറ്റങ്ങൾ സംഭവിക്കുക, പുതിയ ക്ഷേത്ര നിർമ്മാണങ്ങൾ ചെയ്യുക, പുതിയ ഗ്രഹങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെയാണ് ഫലങ്ങളായി കാണുന്നത്. ഒരുപക്ഷേ സൂര്യൻ്റെ 12-ാം ഭാവാധിപതിയും ലഗ്നാൽ 12 നിൽക്കുന്ന വ്യാഴം വക്രത്തിൽ നിന്നുകൊണ്ട് കൃഷി ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അല്പസ്വല്പം സ്വത്ത് തകരാറുകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അതിനാലും നിങ്ങൾക്ക് കുറച്ച് വിഷമമെന്തെങ്കിലും സാധിച്ചേക്കും. 5-ാം ഭാവം, അവിടെ ചൊവ്വയുടെ യോഗം, ചൊവ്വയ്ക്ക് ഗുളിക യോഗം. ഈ നക്ഷത്രക്കാർക്ക് വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഇല്ലാത്തവർ, അവർ ഒരു 2 കൊല്ലം കഴിഞ്ഞ് ഡോക്ടർക്ക് പോകേണ്ട, മെല്ലെ പോയാൽ മതിയുള്ളവർക്ക് സന്താന ഗോപാല ഹോമം. ആ 2 ഹോമത്തിലും ഭാര്യ ഭർത്താക്കൾ ഇരിക്കരുതെന്ന് വേണം. ആ സന്താന ഗോപാല ഹോമത്തിൽ സംവാദങ്ങൾക്ക് ചെയ്താൽ സന്താന അരിഷ്ടങ്ങളൊക്കെ തീരും, കുഴപ്പമില്ല. 6-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. ഭാവാധിപതി മീനത്തിൽ നീചനം. 12 നിൽക്കുന്ന വ്യാഴം വക്രത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുകയാണ് ചെയ്യുന്നത്. 6-ാം ഭാവം കൊണ്ട് ശത്രുക്കൾ, കോടതി കേസുകൾ, വഴക്കുകൾ, കേരളി. അതുകൊണ്ട് പരമാവധി ഒത്തുതീർപ്പായി, പൈസയ്ക്ക് പ്രശ്നമല്ലാത്ത രീതിയിൽ ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകുന്നത് നല്ലത്. ഇല്ലെങ്കിൽ വക്കീൽമാർ നിങ്ങൾക്ക് പാറയായി തീരും. ബുധൻ വക്കീലാണ്. 7-ാം ഭാവം കല്യാണം, പ്രേമം. ഈ നക്ഷത്രക്കാർ പ്രേമമുള്ളവർ, കല്യാണം കഴിഞ്ഞവർ, കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിക്കുന്നവർ, 3 ടൈപ്പിലുള്ള ആൾക്കാരുകൾ. അതാണ് 7-ാം ഭാവം. ഭാവാധിപതിയായിരിക്കുന്ന ചന്ദ്രൻ ശുക്രദൃഷ്ടി. ശുക്രൻ അറിയാമല്ലോ, അതിന് ഡോക്ടറിൻ സിഗ്നേച്ചർ, റൊമാൻസ്, പ്രേമം, സെക്സ്വൽ ഹാർമോൺ, സെക്സ് ഇൻട്രാക്ഷൻസ്, ഇതെല്ലാം ശുക്രൻ. രവിചന്ദ്രൻ പറഞ്ഞതുപോലെ ആ രീതി തന്നെ. പക്ഷേ ഡോക്ടറിൻ സിഗ്നേച്ചർ പൂർവിക രവിചന്ദ്രൻ സാർ കണ്ടുപിടിച്ചതുപോലെ അല്ല. ശുക്രൻ സുഖത്തിൻ്റെ കാരകത്വം എന്ന് പറയുന്നത് ആ ഫ്ലെക്സിബിലിറ്റി, ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. ആ ഫ്ലെക്സിബിലിറ്റി, അതാണ് ശുക്രൻ. അതൊക്കെ വിജയിക്കും എന്നാണ് കാണുന്നത്. ശരിയായി വരട്ടെ. ഇതിൽ 12-ൽ വ്യാഴം മറിഞ്ഞു നിൽക്കാൻ ചെയ്യും. അപ്പോൾ ഓരോരോ ഭാവങ്ങൾ അനുകൂലിച്ചാലും 3-ാം ഭാവാധിപതി വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ ഉപാസിക്കാം. അത് കേതുവോട് കൂടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് മഹാവിഷ്ണുവിനെ ഉപാസന ചെയ്ത് പ്രസാദങ്ങൾ പാവപ്പെട്ടവർക്ക് വിനിയോഗം ചെയ്യണം. അതുപോലെ കേതുവിൻ്റെ യോഗം വന്നാൽ, രോഗം വന്ന് ഔഷധം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത പാവങ്ങൾക്ക് ഔഷധദാനം ചെയ്താൽ ഈ ദോഷങ്ങൾ തീർന്ന് ഈ പറയുന്ന ഗുണം എല്ലാവർക്കും ഒരുപോൾ ആവാനാണ് സാധ്യത. ഈ പരിഹാരങ്ങൾ ചെയ്താൽ ഇതാണ് വിശേഷം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിഷുഫലം നല്ല ഗുണങ്ങളെ തരും. 12-ൽ വ്യാഴം വന്നതുകൊണ്ട് അതിൻ്റെ സ്റ്റേബിലിറ്റി കുറച്ചാകും. അതിനാണ് വിഷ്ണുവിനെ ഉപാസിച്ച് ഈ വളരെ രോഗാവസ്ഥയിലേക്കാണ് മരുന്ന് വാങ്ങിക്കാനുള്ള ഇല്ലാത്തവർക്ക് ഔഷധങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അതിൻ്റെ ദോഷം തീർക്കുക. മുള്ളാൽ തന്നെ എടുക്കണം. ഇതൊരു ലോജിക്കാണ്. ബ്രെയിൻ ലോജിക്കുകളെയാണ് ആവശ്യപ്പെടുന്നത്. കഥകൾ കേൾക്കുന്നതും കഥകൾ പറയുന്നതും. നമ്മൾ പൂർവികർ കഥകളെ കേട്ട് കഥകളെ കൊണ്ട് കഥകൾ കൂടി ജീവിച്ചവരാണ്. അങ്ങനെ കഥകൾ കൊണ്ടുണ്ടാവുന്ന ഒരുതര ഹാർമോൺസുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് കഥാധിഷ്ഠിത ലോകത്തിൽ പോയി കുറച്ച് സെറോട്ടിൻ വാങ്ങിച്ചിട്ട് പിന്നെ ബുദ്ധി അധിഷ്ഠിത ലോകത്തിലേക്ക് ഹൈടാക്ക് കണ്ടിട്ട് മുന്നോട്ട് പോകുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിഷുവളം ഗുണങ്ങളായി വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മേലും ഇത് ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക. വാസിയോഗം വളരെ വൃത്തിയോടുകൂടി ഞാൻ ലൈവിൽ വരാൻ പോവുകയാണ്. അത് ചെയ്യണം. അത് ഗുണം നിങ്ങൾ സ്വന്തം നിലയ്ക്ക് അനുഭവിക്കണം. നല്ല നമസ്കാരം. നന്ദി.